ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണ് നിർത്തിയത്? എന്തെങ്കിലുമൊക്കെ കഴിച്ച് വയറ് നിറച്ചിട്ട് സ്ഥലം കാണാൻ പോകാമെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ വന്നത് അവിടെ തൊട്ടടുത്തുള്ള ഒരു ചായക്കട സെറ്റപ്പ് പോലത്തെ ഒരു കടയിലാണ് കേട്ടോ. ഹംപിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ കുട്ടി കുട്ടി കടകൾ കാണാൻ പറ്റും. ആൻഡ് അത്യാവശ്യം നല്ല വൃത്തിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ജോവറിൻ്റെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ 2 വെജിറ്റബിൾ കറിയും എന്തോ ഒരു പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം എന്തൊക്കെയാണെങ്കിലും നല്ല അടിപൊളി മീലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ കടയുടെ സൈഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന വിഷ്വലാണിത്. ആ ദൂരെ കണ്ടതാണ് വിരൂപാക്ഷ ടെമ്പിൾ. വിരൂപാക്ഷ ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ് കടലേകലു ഗണേശ ടെമ്പിൾ. അപ്പോൾ എന്തായാലും തുടക്കം ഗണപതിനെ വെച്ച് അങ്ങ് ആവാമെന്ന് വിചാരിച്ചു. വിഘ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ട്രിപ്പ് അടിപൊളി ആയിക്കോട്ടെ. അതിനുവേണ്ടി നമ്മൾ ആദ്യം വന്നത് കടലേകലു ഗണേശ ടെമ്പിളിലേക്കാണ്. സൗത്ത് ഇന്ത്യയിൽ വെച്ച് ഗണപതിയുടെ ഏറ്റവും വലിയ വിഗ്രഹമാണ് ഈ കടലേകലു ഗണേശ ടെമ്പിളിലുള്ളത്. ഹംപിയിലെ ഹേമകൂട ഹില്ലിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ ഈ ടെമ്പിൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ വിജയനഗര സ്റ്റൈലിലുള്ള ഒരു ആർക്കിടെക്ചറാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് വലുതും ചെറുതുമായ കൂറ്റൻ തൂണുകൾ അവിടെയുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ പണ്ടത്തെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെയും ഒക്കെ അവർ കൊത്തി വെച്ചിട്ടുണ്ട്. ഈ വിജയനഗര ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇതുപോലത്തെ ക്യൂബിക്കൽ തൂണുകൾ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വിജയനഗര ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഈ എൻറ്റയർ ടെമ്പിൾ പണിതേക്കുന്നത്. അങ്ങനെയുള്ള ഈ തൂണുകളുള്ള മണ്ഡപം കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ കടലേകലു ഗണേശയുടെ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പോയത് ഏകദേശം ഒരു പീക്ക് സീസണിലാണ്. ഒക്ടോബർ ടു ഫെബ്രുവരി ആണ് ഹംപിയിലെ ടൂറിസ്റ്റ് സീസൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ സീസണിൽ തന്നെ പോയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. ഒത്തിരി സ്കൂളുകളിൽ നിന്നൊക്കെ പിള്ളേരെ ഇങ്ങനെ എഡ്യൂക്കേഷൻ ട്രിപ്പിനൊക്കെ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ മാഷന്മാരൊക്കെ ഓരോ സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ കാണാമായിരുന്നു അവരവിടെ നിർത്തി ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ കടലേകലു ഗണേശയുടെ വിഗ്രഹം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണോലിറ്റിക്കൽ വിഗ്രഹമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പാറയിൽ നിന്ന് കൊത്തിയെടുത്തതാണ് ഈ വിഗ്രഹം. ഞാൻ ഇത് ഭയങ്കര വലുതാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. അത്ര ഒരു വലിയ വിഗ്രഹമാണ്. ഏകദേശം 4.6 മീറ്ററോളം വലിപ്പമുണ്ട് ഈ വിഗ്രഹത്തിന് എന്നാണ് പറയണത്. ഈ കടലേകലു ഗണേശ എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്നറിയോ? ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ കടലയുടെ പോലത്തെ ഒരു ഷേപ്പാണ് ഗണപതിയുടെ വയറിന്. അപ്പോൾ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ ബംഗാൾ ഗ്രാമിനെ കടലേക്കായ് എന്നാണ് പറയണത്, കലു എന്ന് പറയണത് സ്റ്റോൺ. അപ്പോൾ അങ്ങനെയാണ് കടലേകലു എന്ന പേര് വന്നത്. ഈ ടെമ്പിളിൻ്റെ ഒഫീഷ്യൽ പേരെന്ന് പറയുന്നത് ഇടകുഞ്ചി മഹാഗണേശ ടെമ്പിൾ എന്നാണ് കേട്ടോ. പക്ഷെ അവർ ലോക്കലി കടലേകലു ഗണേശ ടെമ്പിൾ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഗണപതിനെ കണ്ട് പുള്ളിയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് കുറച്ച് നേരം ഞങ്ങൾ ആ മണ്ഡപത്തിലൊക്കെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളൊരാളെ കണ്ടത്. നിങ്ങൾ കണ്ടോ? ദൂരെ ഇരിക്കുന്നു നമ്മുടെ സിംഹവാലൻ കുരങ്ങ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം പേടിയായി കേട്ടോ. കാരണം പുള്ളിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. പുള്ളി അവിടെ കണ്ട ആൾക്കാരുടെ കയ്യിലെ സാധനങ്ങളൊക്കെ തട്ടിപ്പറിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ടെന്ന് എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് തോന്നില്ലെങ്കിലും ഞാൻ ധൈര്യം സംഭരിച്ചാണ് അവിടെ നിൽക്കുന്നത്. അമ്മൂനാണെങ്കിൽ ഒരെണ്ണത്തിനെയും പേടിയില്ല. അവൾക്കാണെങ്കിൽ അതിൻ്റെ അടുത്ത് പോകണം എന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് ഒരു കണക്കിനാണ് ഞാൻ അവിടെ നിന്നത്. അങ്ങനെ ഞാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ പുള്ളി എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഒരൊറ്റ തിരിയൽ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മു നമുക്ക് പോകാം, എനിക്ക് പേടിയാണെന്ന്. അങ്ങനെ അവളെയും വലിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് പോയപ്പോഴാണ് ഒരു പാറപ്പുറത്ത് ഇരിക്കുന്നു ഒരു ഡസനൊന്നും അല്ല, അതിൽ കൂടുതലുണ്ട്. അങ്ങനെ നമ്മൾ കടലേകലു ഗണേശയുടെ മണ്ഡപത്തിൽ കൂടെ നോക്കുമ്പോൾ ദൂരെ ആ കണ്ടതായിരുന്നു കേട്ടോ വിരൂപാക്ഷ ടെമ്പിൾ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഈ കാണുന്നതാണ് കേട്ടോ ഒരു ചെറിയ ശിവൻ്റെ അമ്പലം. പക്ഷെ അവിടെയൊന്നും അങ്ങനെ ആരും പോകുന്നുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുകയായിരുന്നു. നമ്മൾ ഈ പോകുന്ന വഴി കൂടെ ചെല്ലുമ്പോഴാണ് നേരെ മുകളിലോട്ട് കയറണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങണേ, മുകളിലേക്ക് കയറുമ്പോഴാണ് ഹേമകൂട ഹില്ലുള്ളത്. അവിടുന്ന് ഒത്തിരി പേര് അങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അടിപൊളി സൺസെറ്റാണ് ഹേമകൂട ഹില്ലിൽ നിന്നാണ് പറയണത്. നമ്മളെന്തായാലും ഇന്നിപ്പോൾ തൽക്കാലം സൺസെറ്റ് കാണാൻ പോകുന്നില്ല. അതിൻ്റെ ചാർട്ട് നമ്മൾ വേറെ ദിവസം ഇട്ടേക്കണേ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. ആ മലയൊക്കെ കണ്ട് അങ്ങനെ പറയുമ്പോൾ ഇരിക്കാൻ നല്ല രസമായിരുന്നു. തിരിച്ച് ഇറങ്ങണമെങ്കിൽ നമുക്ക് ഈ അമ്പലത്തിൻ്റെ വഴി കൂടെയാണ് ഇറങ്ങാൻ പറ്റുക. അപ്പോൾ നേരെ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോയി അമ്പലം ഒക്കെ ഒന്നിങ്ങനെ പുറമേന്ന് കണ്ട് നമ്മളിതേ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഹംപി പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യണ ഒരു സ്ഥലമാണിത്. ഇത് എന്തായാലും നിങ്ങൾ നോക്കുമ്പോൾ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പ്രോമിനൻറ്റ് സ്ഥലങ്ങളിൽ വരും ഈ അമ്പലം എന്തായാലും. അപ്പോൾ എന്തായാലും നിങ്ങളത് മിസ് ചെയ്യാണ്ട് പോയി കണ്ടോളൂ. നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഈ പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ഇതിൻ്റെ ഈ ലെഫ്റ്റും റൈറ്റും കാണുന്നതാണ്, ഇവിടെയാണ് ഹംപി ബസാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടു വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം ദാഹിക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ സൈഡിൽ ഒരു പയ്യൻ കരിക്ക് വിൽക്കണത് കണ്ടത്. എന്നാൽ പിന്നെ കരിക്ക് കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് നമ്മളവിടെ പോയി 2 കരിക്കൊക്കെ മേടിച്ചു, കുടിച്ചു. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടണ പോലെയല്ല കേട്ടോ, അതിൻ്റെ അകത്തൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടും ശോകമായിരുന്നു, വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വെള്ളവും അധികം ഇല്ലായിരുന്നു. എനിക്ക് അത്ര അങ്ങോട്ട് ഒരു തൃപ്തി തോന്നിയില്ല. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കരിക്ക് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. എന്നാലും ദാഹം മാറി എന്ന ആശ്വാസത്തിൽ നമ്മൾ വീണ്ടും ആ ഹംപി ബസാറിൽ കൂടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഹംപി ബസാറിൻ്റെ അതിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് ഈ വിരൂപാക്ഷ ടെമ്പിൾ കാണാൻ പറ്റണേ. തൽക്കാലം നമ്മൾ ഇന്ന് വിരൂപാക്ഷ ടെമ്പിളിൽ കയറുന്നില്ല, കാരണം ഏകദേശം വൈകുന്നേരം സമയമായി. നമുക്ക് കയറിയാലും പ്രോപ്പറായിട്ടൊന്നും കാണാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് വിരൂപാക്ഷ ടെമ്പിൾ അടുത്ത ദിവസത്തേക്ക് വെച്ചുകൊണ്ട് നമ്മൾ ഹംപി ബസാറിൽ തന്നെ നമ്മുടെ സൈറ്റ് സീയിങ് ഇന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ബസാറിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ട്. മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത് പുറത്തുനിന്നൊക്കെ വരുന്ന ഫോറിനേഴ്സിനെയാണ്. അപ്പോൾ നമ്മളുടെ കൾച്ചറും ട്രഡീഷനും ഒക്കെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള സംഗതികളാണ് അവരവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ആരും മറക്കണ്ട, കത്തി വെക്കണ വിലയാണ് എല്ലാ സ്ഥലത്തും എല്ലാ സാധനങ്ങൾക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം ബാർഗെയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, ബാർഗെയിൻ ചെയ്താലും അവരെടുത്തില്ലെങ്കിൽ എടുക്കണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. കാരണം അവർക്ക് ഇഷ്ടം പോലെ ഫോറിനേഴ്സ് വേണ്ട കാശ് കൊടുക്കും. അവർ പറയുന്ന റേറ്റിന് അവർക്കത് വിൽക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ബാർഗെയിൻ ചെയ്തിട്ട് വലിയ കഥയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ജസ്റ്റ് ചോദിച്ചു നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ അവിടെ നിന്ന് മെയിനായിട്ട് അങ്ങനെ ഒന്നും മേടിച്ചില്ല. ആകെ എനിക്ക് പ്ലാൻ ഉള്ളത് ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കാനാണ്. പക്ഷേ ഇന്ന് തന്നെ മേടിക്കേണ്ട, പോകുന്ന ഒരു ദിവസം വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് തൽക്കാലം നമ്മളത് സ്കിപ്പ് ചെയ്തു. പിന്നെ കണ്ട ഒരു കടയാണ് കേട്ടോ ഇത്. അത് അത്യാവശ്യം നല്ല കടയായിരുന്നു, ലെതറിൻ്റെ ഒക്കെ സാധനങ്ങൾ വിൽക്കുന്ന കടയായിരുന്നു. പക്ഷേ ആ ചേട്ടൻ്റെ നമുക്ക് ഡീലിങ്സ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ആ ചേട്ടൻ്റെ അടുത്തുനിന്ന് വാങ്ങാണ്ട് ഇറങ്ങിപ്പോരുക ചെയ്തത്. ദേ കണ്ടോ, ഇതൊക്കെയാണ് അവിടെയുള്ള പല തരത്തിലുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഹംപിയുടെ സ്ഥലങ്ങളൊക്കെ ഉള്ള പോലത്തെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ടായിരുന്നു, അല്ലാണ്ട് സാധാരണ പോലത്തെ പല ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ടായിരുന്നു. ദേ ഈ 2 ഞാൻ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്തായാലും ലാസ്റ്റ് പോരുന്ന ദിവസം മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിരിക്കുന്നത്. അത് കഴിഞ്ഞ് നടന്നു പോകുമ്പോഴാണ് ദേ ഈ ഒരു കട കണ്ണിപ്പെട്ടത്. ആ ചേട്ടൻ്റെ കഴിവ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് നോക്കി, എന്താ അടിപൊളിയായിട്ടാണ് വരച്ചു വെച്ചേക്കുന്നതെന്ന്. പുള്ളി വരയ്ക്കുന്നതെല്ലാം ഫ്ലൂറിസെൻറ്റ് പെയിൻറ്റ് വെച്ചിട്ടാണ് വരച്ചു വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം വരയ്ക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞത്, ചേട്ടാ അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാമെന്ന്. പുള്ളിയുടെ മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോ? പുള്ളി അങ്ങനെ ഒരാൾ പറയുന്നുണ്ട് എന്ന് പോലും പുള്ളിയുടെ ചെവിയിലില്ല. ഇതൊക്കെ എനിക്ക് അറിയാടി കൊച്ചേ എന്നുള്ള മൈൻഡിലാണ് ആ ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ നല്ലൊരു സംഗതി ഒരാൾ ചെയ്യുന്ന കണ്ടാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചേട്ടനോട് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും അറ്റത്തുള്ള ഒരു ദീദിയുടെ കടയാണ് കേട്ടോ ഈ കട. അടിപൊളി ദീദിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരത്തിയുടെ പെരുമാറ്റം. അങ്ങനെ ഹിന്ദി മര്യാദയ്ക്ക് പറയാൻ അറിയാത്ത ഞാൻ എന്തൊക്കെയോ പറഞ്ഞ ആ ചേച്ചിയായിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞു കേട്ടോ. നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു ചേച്ചിയോട് സംസാരിക്കണ പോലെ തോന്നും. പുള്ളിക്കാരത്തിയുടെ സെല്ലിങ് സ്കിൽസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, ചേച്ചി ഇത്രയും സാധനം മേടിച്ചില്ലേ, ആ ബാഗ് എനിക്ക് തന്നേരായിരുന്നു. അപ്പോൾ ആ ചേച്ചി എന്നോട് പറയാം, ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു 6 ദിവസത്തേക്ക് ഉണ്ട് ഹംപിയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഓരോ സാധനം മേടിച്ചു. അവസാനത്തെ ദിവസം ഞാൻ ഫ്രീ ആയിട്ട് ഇവിടുന്ന് ഒരു സാധനം തരുന്നൊക്കെ ആ ചേച്ചി എന്നോടിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ചേച്ചിയോട് കുറച്ച് നേരം കത്തിയൊക്കെ വെച്ചിരുന്ന് ബൈ ബൈ ദീദി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ വീണ്ടും ഇറങ്ങി.
തിന്ന ചപ്പാത്തിയൊക്കെ ദഹിച്ചു ഗൈസ്. അത്യാവശ്യം നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചായ കുടിക്കാനുള്ള ടൈമായി. എന്നാൽ ശരി ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫുൾ ടൈം തീറ്റയാണോന്ന്. അല്ല ഗൈസ്, ഈ നടന്ന് നമുക്ക് അത്യാവശ്യം നല്ലോണം വിശക്കും. നമ്മൾ കഴിച്ചതൊക്കെ പെട്ടെന്ന് ആവിയായി പോയി എന്ന് തോന്നും. അങ്ങനെ ഹംപി ബസാറിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്മയും മോളും കൂടെ വിൽക്കണ ഒരു കുട്ടി കടയാണ് കേട്ടോ ഇത്. നമ്മൾ അവിടുന്ന് പറഞ്ഞത് കോളിഫ്ലവർ ഫ്രൈ, അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മളൊക്കെ ഈ ഉത്സവത്തിന് പോകുമ്പോൾ കിട്ടുന്ന കോളിഫ്ലവർ ഫ്രൈ പോലെയല്ല കേട്ടോ. അവരുടെ മസാല തന്നെ ഭയങ്കര ഡിഫറെൻറ്റാണ്. അവർ ഫ്രൈ ചെയ്തിട്ട് അത് എന്തോ ഒരു മസാലയിൽ ഡിപ്പ് ചെയ്ത് തരും. എന്തായാലും അതും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം സന്ധ്യയായി. നമ്മൾ വിരൂപാക്ഷ ടെമ്പിൾ ഇങ്ങനെ ദൂരത്തുനിന്ന് കണ്ടു. നാളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിരൂപാക്ഷ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വിരൂപാക്ഷ ടെമ്പിളൊക്കെ ദൂരത്തുനിന്ന് കണ്ട് തിരിച്ച് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓട്ടോ ചേട്ടൻ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോച്ചേട്ടൻ വരുന്ന സ്ഥലത്തേക്ക് നടന്നു പോണ വഴിക്ക് കുറച്ച് പഴം കണ്ടു. നല്ല പഴമാണെന്ന് തോന്നി. എന്നാൽ ശരി അതങ്ങ് മേടിച്ചേക്കാം. ഇനി എങ്ങാനും രാത്രി വിശന്നാൽ വല്ലതുമൊക്കെ കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പഴം മേടിച്ചു. പിന്നെ തൊട്ട് സൈഡിലുള്ള ഒരു കടയിൽ നിന്ന് നമ്മൾക്ക് കഴിക്കാനുള്ള ഡിന്നറും മേടിച്ചു. റൂമിൽ നിന്ന് ഇനി പോയിട്ട് അവരെ മറ്റേ ഹോം സ്റ്റേയിൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിച്ച കടയിൽ നിന്ന് തന്നെ നമ്മൾ ഡിന്നറും മേടിച്ച് തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പം നമ്മൾ പോണ വഴിക്ക് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ആ ചേട്ടനോട് നമ്മൾ പറഞ്ഞു ഞങ്ങൾ കുറച്ചും കൂടെ കയറി മേളിലോട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് നിന്നപ്പോഴേക്കും ആ ചേട്ടൻ വന്നു തിരിച്ച് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. പോണ വഴി കണ്ടാൽ സത്യം പറഞ്ഞാൽ പേടിയാവും കേട്ടോ. കാരണം കുറ്റാകൂരി ഇരുട്ടാണ്. എവിടെയും ഞാനൊരു സ്ട്രീറ്റ് ലൈറ്റ് കണ്ടില്ല. ആകെ റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടിക്കാരുടെ ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താ, നല്ല കാറ്റൊക്കെ കൊണ്ടുപോകാൻ ഒരു സുഖമുണ്ടല്ലോ. ആ സുഖത്തിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ ഹംപി പയ്യെ ക്ലോസ് ചെയ്യാണ് കേട്ടോ. ഇനി റൂമിൽ പോവുക, നമ്മൾ മേടിച്ച ഫുഡ് കഴിക്കുക, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. ആൻഡ് നാളെ രാവിലെ വീണ്ടും എണീക്കുക അടുത്ത സ്ഥലങ്ങൾ കാണാനായിട്ട്. ഇത് തന്നെയായിരുന്നു നമ്മുടെ പ്ലാൻ. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയുക. ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടിൽ ദെൻ ബൈ ഫ്രം അമ്മു ആൻഡ് മീ ആൻഡ് ലവ് യു ഓൾ.